ഇവിടെ സെൻട്രലൈസ്ഡ് എ സി അല്ലേ ഗിരി? ഇല്ല. നിങ്ങൾ എങ്ങനെ ഇവിടെ കഴിയുന്നെന്ന് എനിക്കറിയില്ല. എന്തൊരു ചൂടാ. ബേബി, നിന്റെ മുറി എ സി അല്ലേ? അല്ല. ഞാനിവിടെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? നിനക്ക് ഡാഡി നല്ല ശമ്പളം തരുന്നതല്ലേ? കുറഞ്ഞത് ഇവളുടെ മുറിയിലെങ്കിലും നിനക്ക് എ സി വെച്ചൂടെ? ഞാനിവിടെ കഴിയുകയാണെങ്കിൽ മൊത്തത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ഇവനെ അല്ല, എന്താ സഞ്ജുവിന്റെ ഭാവി പരിപാടി? കല്യാണമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഫസ്റ്റ് നൈറ്റ് ആണല്ലോ. ഇങ്ങനൊരു മണകുണാഞ്ചൻ. അതല്ല സഞ്ജു, വീട്ടിൽ നിന്ന് പുറത്തായ സ്ഥിതിക്ക് ഇനി എങ്ങനെ ജീവിക്കുന്ന ഞാൻ ഉദ്ദേശിച്ചത്. ഓ, അത് ഡാഡിയുടെ അടുത്തുനിന്ന് എന്തായാലും എനിക്ക് കിട്ടാനുള്ളത് ഞാൻ പിടിച്ചു വാങ്ങിയിരിക്കും. കേസ് എടുത്തിയത് പിടിച്ചു വാങ്ങാനേ 10-15 കൊല്ലം എടുക്കും. 10-15 കൊല്ലോ? നിങ്ങൾ കോടതിയിലുള്ളവരൊക്കെ എന്താ ചെയ്യുന്നേ? ഒരു ഉത്തരവാദിത്വമൊക്കെ വേണ്ടേ? വേഗം വേഗം കേസ് തീർക്കണ്ടേ? നിന്റെ കേസ് പെട്ടെന്ന് എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഗോപാലിന്റെ കയ്യിൽ നിന്ന് ഒരു ചില്ലി കാശ് പോലും നിനക്ക് കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. അതിനെക്കുറിച്ചൊന്നും നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. ഞാൻ വിവരമുള്ള വക്കീലിനെ വെച്ച് കേസ് ജയിച്ചോളാം. ഓ, എന്നാലും ജോലിക്ക് പോകാനുള്ള ഉദ്ദേശം ഇല്ലല്ലേ? അളിയാ, ഈ ലോകത്ത് 2 തരം ആളുകളുണ്ട്. ജോലി ചെയ്യുന്നവരും ജോലി ചെയ്യിപ്പിക്കുന്നവരും. ഞാനേ ഈ രണ്ടാമത്തെ തരത്തിൽപ്പെടുന്ന ആളാ. നിങ്ങള് രാത്രി മുഴുവൻ ഓട്ടത്തിലായിരുന്നില്ലേ? റൂമിൽ പോയി റെസ്റ്റ് എടുത്തോളൂ. അത് ശരിയാ. വാ ബേബി. അല്ല, റൂം എവിടെയാ? മുകളിലാ. എന്നാ വാ, റെസ്റ്റ് എടുക്കാം. വാ, ഇത് വഴിയാണോ? വാ. ശരിയേ. ഇങ്ങനൊരു പാഴ് ജന്മത്തെയും വെച്ചുകൊണ്ട് സ്വപ്നം എങ്ങനെ ജീവിക്കും? ഗോപാൽജിയുടെ കാശില്ലെങ്കിൽ ഇവൻ വെറും വട്ട പൂജ്യം.